ഹായ് സുഹൃത്തുക്കളെ, കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ടാഗ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു ചോദ്യമാണ്. നമുക്കിതിൻ്റെ ഉത്തരം ഇപ്പോൾ നോക്കാം. ചോദ്യം: നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം വെൽ. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം, നൺ വരുന്നത് കൊണ്ട് തന്നെ ഈ ചോദ്യം എന്താണ്? ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നൺ വരുന്നത് കൊണ്ട് ഈ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എപ്പോഴും ഓപ്ഷൻ എന്തായിരിക്കണം? ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം, ഇതിൽ രണ്ട് ഓപ്ഷൻ എന്താണ്? നെഗറ്റീവാണ്. ഡിഡിൻറ്റ് വി എന്നുള്ളതും ഡോണ്ട് ദേ എന്നുള്ളതും നെഗറ്റീവാണ്. അതുകൊണ്ട് ഇത് രണ്ടും എന്താവില്ല? ഉത്തരമായിട്ട് വരില്ല. പിന്നെ ബാക്കിയുള്ളത് ഡിഡ് അസ്, ഡിഡ് വി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസ് വന്നതുകൊണ്ട്, ഇവിടെ അസ് എന്ന് പറയുന്ന പ്രൊനൗണാണ് വന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും എന്തായിരിക്കും? അസ് വന്നു കഴിഞ്ഞാൽ അത് ടാഗിലേക്ക് വരുന്ന സമയത്ത് അത് വി എന്നായിരിക്കും വരുന്നുള്ളത്. ഓക്കെ. പിന്നീട് എന്താണ്? പ്ലേഡ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. പ്ലേഡ് അതൊരു പാസ്റ്റ് ടെൻസിലുള്ള ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും? ടാഗിൽ ഡിഡ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നുള്ളത് ഓപ്ഷൻ ബി ആണ്, ഡിഡ് അസ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ട് ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ദിസ് ക്ലോത്ത് യൂസ്ഡ് ടു ഫേഡ് വെൻ വാഷ്ഡ്. ഇതിൻ്റെ ടാഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷന് മുമ്പ് തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സെൻറ്റൻസ് പോസിറ്റീവാണ്. തീർച്ചയായിട്ടും ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 4 ഓപ്ഷനും എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമുക്കൊന്നും കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദിസ് ക്ലോത്ത് എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക്. ആദ്യത്തെ വാക്ക് എന്താണ്? ദിസ് ക്ലോത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജീവനില്ലാത്ത വസ്തുവിനെ കാണിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും അതിൻ്റെ പ്രൊനൗൺ എന്തായിരിക്കും? അവിടെ വരേണ്ട പ്രൊനൗൺ തീർച്ചയായിട്ടും ഇറ്റ് ആയിരിക്കും വരേണ്ട പ്രൊനൗൺ. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തുണ്ട്? രണ്ട് ഓപ്ഷൻ ഇറ്റാണ്. ഡോണ്ട് ഇറ്റും ഡിഡിൻറ്റ് ഇറ്റും ഉണ്ട്. ഓക്കെ. നമുക്ക് നോക്കാം. യൂസ്ഡ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ്, അല്ലെ? യൂസ്ഡ് ടു എന്ന് പറയുന്ന വാക്കാണ് വരുന്നത്. അതൊരു പാസ്റ്റിനെ കാണിക്കുന്ന ഒരു വാക്കാണ്. ഒരു പാസ്റ്റ് ടെൻസിലാണ് ഇപ്പോൾ നമ്മുടെ സെൻറ്റൻസ് ഉള്ളത്. അപ്പോൾ അത് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏത് വാക്കായിരിക്കും വരിക? ഡിഡ് എന്ന് പറയുന്ന വാക്കായിരിക്കും വരിക. അപ്പോൾ നെഗറ്റീവിലാണ് വരേണ്ടത്. അപ്പോൾ ഡിഡിൻറ്റ് ഇറ്റ് എന്നുള്ളതാണ് എന്ത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി, ഡിഡിൻറ്റ് ഇറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സ്ട്രൈക്ക് എന്നുള്ളതാണ് എന്ത്? ഇത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ അറിയുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ മനസ്സിലാക്കുക. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സ്ട്രൈക്ക്. എ ഫ്യൂ വർക്കേഴ്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നുള്ളത്. എ ഫ്യൂ, കുറച്ച് ജോലിക്കാർ, വർക്കേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? ദേ എന്ന് പറയുന്ന വാക്കായിരിക്കും എന്ത് ചെയ്യേണ്ടത്? പ്രൊനൗൺ ആയിരിക്കും അവിടെ വരേണ്ടത്, അല്ലേ? ഇവിടെ എന്താണ്? പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സ്ട്രൈക്ക്. സെൻറ്റൻസ് പോസിറ്റീവാണ്. സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ ടാഗ് എപ്പോഴും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. എന്നിട്ട് എന്താണ്? പാർട്ടിസിപ്പേറ്റഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെ? പാർട്ടിസിപ്പേറ്റഡ് എന്നാണുള്ളത്. അപ്പോൾ അത് പാസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതായിരിക്കും വരേണ്ടത്? ഡിഡുമായി ബന്ധപ്പെട്ടതാണ് എന്ത് വരേണ്ട വാക്ക്. അപ്പോൾ ഡിഡ് സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് എന്തായിരിക്കണം? ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. എ ഫ്യൂ വർക്കേഴ്സ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കണം? പ്രൊനൗൺ ദേ എന്നായിരിക്കണം. അപ്പോൾ ഡിഡിൻറ്റ് ദേ എന്നുള്ളതാണ് ഉത്തരം. ഡിഡിൻറ്റ് ദേ എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഈ സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കേരള PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ മുഴുവൻ വീഡിയോസും നിങ്ങൾ കണ്ട് ഈ ഒരു ഏരിയ തറോ ചെയ്ത് പഠിച്ചു വെക്കുക. നിങ്ങളുടെ അറിവ് പരിശോധിക്കാൻ വേണ്ടി ഒരു 4 പ്രാക്ടീസ് ചോദ്യങ്ങൾ ഇവിടെ നൽകുകയാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം വെൽ. രണ്ടാമത്തെ ചോദ്യം, വി യൂസ്ഡ് ടു സ്റ്റഡി ടുഗദർ. മൂന്നാമത്തെ ചോദ്യം, ഐ ആം എ പോലീസ്മാൻ. അവസാനത്തെ ചോദ്യം, നൺ ഓഫ് ദി ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദി ഹോംവർക്ക്. ഇതിൻ്റെ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് ഓപ്ഷനൊക്കെ നോക്കി ശരിയായിട്ടുള്ള ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക.
മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നെബെക്സ് അക്കാഡമിയുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഫ്രീ നോട്ട്സും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ ജോയിൻ എന്ന് കമൻറ്റ് ചെയ്യുകയോ നെബെക്സ് അക്കാഡമിയുടെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റഗ്രാം പേജിലോ ഞങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യുകയോ